അല്ലെ പിള്ളേരെ, ഇന്ന് നമ്മൾ അസ്ഥികളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എല്ല്, നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ എല്ലുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സമയമൊന്നും കളയണ്ട, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അതേ നോക്കിക്കോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അസ്ഥികളെ കുറിച്ചുള്ള പഠനം. നമ്മൾ ഇന്ന് അത് തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തിന് അതിനൊരു ശാസ്ത്രശാഖയാണ് ഈ ഓളജികളുണ്ടല്ലോ. ഇപ്പോൾ കാർഡിയോളജി, എൻഡമോളജി, ആവോളജി, ഇയോളജി എന്നൊക്കെ പറയുന്ന പോലെ ഈ അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ ഓസ്റ്റിയോളജി. അപ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ്, അസ്ഥികളെ കുറിച്ചുള്ള പഠനം, അതിനെ വിളിക്കുന്ന പേര് ഓസ്റ്റിയോളജി. അപ്പോൾ അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? ഓസ്റ്റിയോളജി. അടുത്തത്, ഈ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അപ്പോൾ അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേര് ഓസ്റ്റിയോളജി എന്നും, എന്നാൽ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേര് എന്തുവാടേ? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്നുമാണ്. ഇനി അസ്ഥി എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? അപ്പോൾ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. അപ്പോൾ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. അപ്പം അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അത് കാൽസ്യമാണ്. അപ്പം എന്തൊക്കെ പഠിച്ചു നമ്മൾ? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ, അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. എന്തൊക്കെയാണ് പഠിച്ചേ? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ, അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? കാൽസ്യം. ഇനി അസ്ഥിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. കൺഫ്യൂഷൻ ആവരുത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ കാൽസ്യം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് മക്കളെ? അത് കാൽസ്യമാണ്. എന്നാൽ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. അപ്പോൾ കാൽസ്യമാണ് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 25%. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 25%. അപ്പോൾ ഒന്നുകൂടെ ആ ഒരു കൺഫ്യൂഷൻ പാർട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 25%. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക്, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. 2005 ഡേറ്റ് ഒന്നും ഓർത്തിരിക്കേണ്ട. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ, ബോൺ ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനിയും എല്ലാവർക്കും അറിയാവുന്ന കാര്യം, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. എന്നാൽ നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം, ഇപ്പൊ ജനിച്ച കുട്ടിയുടെ അസ്ഥിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 300. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. നവജാത ശിശുക്കളുടെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. അടുത്ത് നോക്കാം. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ ഡി ആണ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിനെ കുറിച്ച് ഒരു പ്രത്യേക ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ ഓരോ വൈറ്റമിനും അതിന്റെ സോഴ്സും അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചും ഒക്കെയുള്ള വളരെ വിശദമായ ഒരു ക്ലാസ് പുറകെ വരുന്നുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോടെ. അപ്പോൾ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇനി നമുക്ക് ഓരോ അസ്ഥികളെ കുറിച്ചും പഠിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്, അല്ലെങ്കിൽ ഫെമർ എന്ന് പറയും. 50 സെന്റിമീറ്റർ അപ്രോക്സിമേറ്റ്ലി. എൻ്റെ 45 ഉള്ളല്ലോ എന്ന് പറഞ്ഞ് വരരുത്. അളന്ന് നോക്കുമ്പോൾ ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ ഏകദേശം ശരാശരി 50 സെന്റിമീറ്ററോളം നീളമുള്ള ഈ ഫെമർ എന്ന് പറയുന്നതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഏത്? തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. അതിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്തത് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്മോളസ്റ്റ് ബോൺ ഇൻ എ ഹ്യൂമൻ ബോഡി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേപ്പിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ മക്കളെ? സ്റ്റേപ്പിയസ് ആണ്. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാന്ന് ചോദിച്ചാൽ സ്റ്റേപ്പിയസ് ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനിയും അസ്ഥികളെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എല്ലാത്തിനെയും കൂടെ നമ്മൾ പൊതുവെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം.
അക്ഷ അസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആക്സിയൽ സ്കെലിട്ടനും അപ്പൻഡിക്കുലാർ സ്കെലിട്ടനും. അപ്പോൾ ഇതിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ ഒരിക്കലും ഇത് പുസ്തകം വായിച്ച് പഠിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഈ വീഡിയോ കാണുമ്പോൾ. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും ഈ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. മക്കളെ, ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ അക്ഷ അസ്ഥികൂടം. എന്താ ഈ അക്ഷ അസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. നമ്മുടെ തലച്ചോറ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. തലച്ചോറ്, നമ്മുടെ ഹൃദയം, അല്ലെ, നമ്മുടെ സുഷുമ്നാ നാഡി. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ട, ശ്വാസകോശം, ഇതിനെയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനത്തിനെ എല്ലാം കൂടെ അതിനു വേണ്ടിയുള്ള ഒരു സ്കെലിട്ടൺ സിസ്റ്റമാണ് ആക്സിയൽ സ്കെലിട്ടൺ അല്ലെങ്കിൽ അക്ഷ അസ്ഥികൂടം. പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ടിരുന്നാൽ പോരായോ? അല്ലെങ്കിൽ അത് മാത്രം മതിയോ? പോരാ. നമുക്ക് എഴുന്നേറ്റ് നടക്കണം, ഓടണം, ചാടണം, നമ്മുടെ മൂവ്മെന്റിനെ സഹായിക്കണം, ചലനത്തെ സഹായിക്കണം. അതിനു വേണ്ടിയുള്ളതാണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. അപ്പൊ ആക്സിയൽ സ്കെലിട്ടൺ എന്തിനു വേണ്ടിയാണ്? അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ എന്താണ്? മൂവ്മെന്റ് ആണ്, ചലനമാണ്. അപ്പോൾ ആക്സിയൽ സ്കെലിട്ടനും അപ്പൻഡിക്കുലാർ സ്കെലിട്ടനും. ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ സംരക്ഷണം, തലച്ചോറിനെ സംരക്ഷിക്കുന്നു, തലയോട്ടി, പെരികാർഡിയം ഹൃദയത്തെ സംരക്ഷിക്കുന്നു, ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു, അല്ലെ, നട്ടെല്ല് സുഷുമ്നാ നാഡിയെ സംരക്ഷിക്കുന്നു. അപ്പൊ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് എന്ത്? ആക്സിയൽ സ്കെലിട്ടൺ. മൂവ്മെന്റിന് വേണ്ടിയുള്ളതാണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. വളരെ സിമ്പിളാ, പഠിച്ചല്ലോ. യെസ്. ഇനി ഇതിനകത്തിൽ എത്ര അസ്ഥികളുണ്ട്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആക്സിയൽ സ്കെലിട്ടൺ. ആക്സിയൽ സ്കെലിട്ടൺ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തിനു വേണ്ടിയുള്ളതാണ്? സംരക്ഷണം. ആരെ സംരക്ഷിക്കുന്നു? ചില അവയവങ്ങളെ, തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം, സുഷുമ്നാ നാഡി തുടങ്ങിയവയെ സംരക്ഷിക്കുന്നു. അതിനുള്ളതാണ് ഏത്? ഈ ആക്സിയൽ സ്കെലിട്ടൺ. അടുത്തത് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. മൂവ്മെന്റ്, ചലനം. നമ്മുടെ കൈമുട്ട്, കാൽമുട്ട്, കൈ, ഇതൊക്കെ വന്ന് ചേരുന്ന അസ്ഥികളുണ്ടല്ലോ. കൈയിലെ അസ്ഥികൾ, കാലിലെ അസ്ഥികൾ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ ആക്സിയൽ സ്കെലിട്ടണിലെ അസ്ഥികളുടെ എണ്ണം നമുക്ക് നോക്കാം. ആക്സിയൽ സ്കെലിട്ടണിലെ അസ്ഥികളുടെ എണ്ണം നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം നമ്മൾ പറഞ്ഞായിരുന്നു. 29 അസ്ഥികൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ദാത് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. തലയോട്ടിയിൽ ഇതാണ് നമ്മൾ പറഞ്ഞാണ്. ക്രാനിയം 8, ഫേഷ്യൽ 14, നെക്ക് 7. അപ്പോൾ 14, 7, 21, 8, 29 അസ്ഥികൾ എവിടെയുണ്ട്? ഈ ഒരു പോർഷനിൽ തലയോട്ടിയിൽ തന്നെ ഉണ്ട് 29. ഇത്രയും കൂടെ ചേരുന്ന തലയോട്ടിയിൽ തന്നെ ഉണ്ട് 29 അസ്ഥികൾ. പിന്നീട് മാറല്. നമ്മുടെ ഇവിടെ ഒരു എല്ല് ഉണ്ടല്ലോ, നമ്മുടെ ശ്വാസകോശത്തിന്റെ ഈ റിബ്സിനെ എല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന ഒരു എല്ല് ഇവിടെ ഉണ്ടല്ലോ, അതിന് മാറല്. ഈ സാധനം ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന മാറല്, അത് എത്ര എണ്ണമാണ്? ഒരെണ്ണം. അപ്പൊ 29 1 എത്രയായി മക്കളെ? 30. ഇനി വാരിയല്ല്. ഇതിങ്ങനെ പോകുന്ന ഈ വാരിയല്ലുകൾ, അതെല്ലാം കൂടെ എത്ര ഉണ്ട്? 24. റിബ് എന്ന് പറയും, മാറലിന് സ്റ്റേണം എന്ന് പറയും. റിബ് 24 എണ്ണം. ഇനി നമ്മുടെ നട്ടെല്ല്, ഇതിന് പുറകിൽ കൂടെ പോകുന്ന നമ്മുടെ നട്ടെല്ല്, വെർട്ടബ്രൽ കോളം, അവിടെ എല്ലാം കൂടി 26. അവിടെ PSC അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നവജാത ശിശുവിന് ഇത് 33 എണ്ണം കാണും. എന്തുവാ? നട്ടെല്ല്. നവജാത ശിശുവിന് ആകെ 300 അസ്ഥികൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൽ നവജാത ശിശുക്കളുടെ നട്ടെല്ലിന്റെ എണ്ണം എന്ന് ചോദിച്ചാൽ, നട്ടെല്ല് എത്ര അസ്ഥികൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ 33. അപ്പോൾ ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തി എടുക്കുമ്പോൾ 26ഉം 24 എത്രയായി? 50ആയി. 51, 51ഉം 29 എല്ലാം കൂടെ എത്രയായി? 80 അസ്ഥികളുണ്ട്. അപ്പൊ 80 വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തലയോട്ടിയിൽ 29 അസ്ഥികളുണ്ട്, മാറൽ 1, വാരിയൽ 24, നട്ടൽ 26. അപ്പൊ എല്ലാം കൂടി എത്രയായി? 80 അസ്ഥികളായി. എത്ര അസ്ഥികളായി? 80. അപ്പൊ അക്ഷ അസ്ഥികൂടത്തിൽ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ 80. അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് തലയോട്ടിയിൽ 29, മാറൽ 1, വാരിയൽ 24, നട്ടല് 26, സ്കൾ 29, സ്റ്റേണം 1, റിബ് 24, വെർട്ടബ്രൽ കോളം 33. അങ്ങനെ ആകെ 80 അസ്ഥികളാണ് എവിടെയുള്ളത്? അക്ഷ അസ്ഥികൂടത്തിലുള്ളത്. അപ്പൊ ഇത് വ്യക്തമായി തന്നെ പഠിച്ചോളുക. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വ്യക്തമായി തന്നെ എത്ര അസ്ഥികൾ ഉണ്ടെന്നുള്ളത് എണ്ണി പഠിച്ചോളുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യമല്ല, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അടുത്തത് അനുബന്ധ അസ്ഥികൂടം അല്ലെങ്കിൽ അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. ഈ അപ്പൻഡിക്കുലാർ സ്കെലിട്ടണിൽ നോക്കുമ്പോൾ എത്ര അസ്ഥികളുണ്ട്? ആകെ 126 അസ്ഥികളുണ്ട്.
എത്ര അസ്ഥികളുണ്ട്? 126. അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? നമ്മുടെ തോളിൽ 2 അസ്ഥികൾ. അപ്പോൾ 2 കൈ ഉണ്ടല്ലോ, അപ്പോൾ 2 തോള് വരില്ലേ? അപ്പോൾ തോളിൽ എല്ലാം കൂടെ എത്ര അസ്ഥികളുണ്ട്? 4 അസ്ഥികളുണ്ട്. ഇനി ഒരു കയ്യിൽ 30 എണ്ണവിടെ, അപ്പോൾ 2 കൈ ആകുമ്പോൾ എത്രയും? 60 ആയില്ലേ? ഒരു കയ്യിൽ 30, 2 കൈ ആകുമ്പോൾ 30 × 2 60. ഒരു കാലിൽ 30, 2 കാലാവുമ്പോൾ 60. അപ്പോൾ ഇനിയുണ്ടോ? ഇനി നമ്മുടെ പെൽവിസ് ഉണ്ട്, ഇടുപ്പ് അല്ലേ? നമ്മൾ ബെല്ലി ഡാൻസ് ഒക്കെ കളിക്കത്തില്ലേ? അവിടെ ഉള്ള അസ്ഥി എന്താണ്? പെൽവിസ്. പെൽവിസിൽ എത്ര അസ്ഥികളുണ്ട്? 2 അസ്ഥികളുണ്ട്. പെൽവിസിൽ എത്ര അസ്ഥികളുണ്ട്? 2 അസ്ഥികളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോൾ എത്രയായി? 60, 60, 120, 4, 24, 2, 126 അസ്ഥികൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആക്സിയൽ സ്കെലിറ്റനിൽ 80 അസ്ഥികൾ, അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിൽ 126 അസ്ഥികൾ. ഇത് കൂട്ടുമ്പോഴാണ് 206 വന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. അതിൽ ആക്സിയൽ സ്കെലിറ്റനിൽ 80, അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിൽ 126. ഈ 80 വന്നത് എങ്ങനെയാ, 126 വന്നത് എങ്ങനെയാ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചോളൂ. അതിൻ്റെ ഇടയ്ക്ക് ബുള്ളറ്റ് പോയി. അപ്പോൾ ആക്സിയൽ സ്കെലിറ്റനിൽ 80, അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിൽ 126, എല്ലാം കൂടി എത്രയാണ്? 206 അസ്ഥികൾ ഉണ്ട്. ഓക്കെ ആണേ? യെസ്. ഇനി പല തരത്തിലുള്ള അസ്ഥികളെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. രസകരമായ കാര്യമാണ്. ഓരോന്നിൻ്റെയും വ്യക്തമായ ചിത്രമടക്കമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ തരം അസ്ഥികളാണുള്ളതെന്ന് നോക്കാം. ആദ്യം പറയുന്നത് മേൽത്താടിയെല്ല്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നുണ്ടോ? മേൽത്താടിയെല്ല്. അതിനെ വിളിക്കുന്ന പേരാണ് മാക്സില്ല. മേൽത്താടിയെല്ലിനെ വിളിക്കുന്ന പേര് മാക്സില്ല അല്ലേ? ഇപ്പൊ മേൽത്താടിയെല്ല് അല്ലെങ്കിൽ അപ്പർ ജോ, അതിന് അവിടുത്തെ അസ്ഥിയെ പറയുന്ന പേരാണ് മാക്സില്ല. അടുത്തത് കീഴ്ത്താടിയെല്ല്. കീഴ്ത്താടിയെല്ല് ലോവർ ജോ അഥവാ കീഴ്ത്താടിയെല്ല്, അതിനെ വിളിക്കുന്ന പേരാണ് മാൻഡിബിൾ. കീഴ്ത്താടിയെല്ലിനെ വിളിക്കുന്ന പേരാണ് മാൻഡിബിൾ. അപ്പൊ മേൽത്താടിയെല്ലിനെ വിളിക്കുന്ന പേര് അപ്പർ ജോ അല്ലെങ്കിൽ മേൽത്താടിയെല്ല് അല്ലെങ്കിൽ അപ്പർ ജോ, അതിന് പറയുന്ന പേര് മാക്സില്ല. കീഴ്ത്താടിയെല്ല് അല്ലെങ്കിൽ ലോവർ ജോ, അതിനെ വിളിക്കുന്ന പേര് മാൻഡിബിൾ. അതൊരു പ്രത്യേകതയുണ്ട്. തലയോട്ടിയിൽ നിങ്ങൾക്ക് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി തലയോട്ടിയിലെന്നൂടെ ചേർത്ത് വായിച്ചോണം കേട്ടോ. തലയോട്ടിയിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഈ കീഴ്ത്താടിയെല്ല് മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് ഇവിടുത്തെ അസ്ഥിയോ ഇവിടുത്തെ അപ്പർ ജോയോ ഒന്നും മാക്സിലോ ഒന്നും നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ കീഴ്ത്താടിയെല്ല് മാത്രമേ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കീഴ്ത്താടിയെല്ല് മാത്രമേ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും വേറെ ഒന്നും ചലിപ്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ അസ്ഥിയോ ഈ അസ്ഥിയോ ഇവിടുത്തെ അസ്ഥിയോ മൂക്കിൻ്റെ പാലമോ ഒന്നും നിങ്ങൾക്ക് ചലിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കീഴ്ത്താടിയെല്ല് മാത്രമാണ്. സോ തലയോട്ടിയിലെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി എന്ന് പറയുന്നത് ഏതാണ്? മാൻഡിബിൾ ആണ്, സ്വതന്ത്രമായി. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഈ കീഴ്ത്താടിയെല്ല് മൂവ് ചെയ്തിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സ്വതന്ത്രമായി മനുഷ്യ തലയോട്ടിയിലെ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു അസ്ഥി എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? അത് നമ്മുടെ മാൻഡിബിൾ ആണ് അല്ലെങ്കിൽ കീഴ്ത്താടിയെല്ല്. അടുത്തത് വരുന്നത് ഹയോയിഡ് ബോൺ. ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആദംസ് ആപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കഴുത്തിലെ അസ്ഥി. ഇവിടെ ഒരു അസ്ഥി ഉണ്ട് നമുക്ക് കഴുത്തിൽ. അപ്പോൾ ഈ കഴുത്തിലെ അസ്ഥിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹയോയിഡ് ബോൺ. കഴുത്തിലെ അസ്ഥിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇവിടെ ഇങ്ങനെ ഒരു അസ്ഥി ഇരിപ്പുണ്ട് കഴുത്തിൽ, അതിനെ വിളിക്കുന്ന പേരാണ് ഹയോയിഡ് ബോൺ. അടുത്തത് മാറല്ലം. മാറല്ലത്തിന് പറയുന്നത് എന്താണ്? മാറല്ല് ഇവിടെ നമുക്ക് നെഞ്ചിന്റെ ഈ ഒരു റിബ്സ് ഇവിടെ നിന്നാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ കൃത്യം നടുക്ക് നമുക്ക് ഇവിടെ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഈ ഒരു അസ്ഥിയെ പറയുന്ന പേരാണ് സ്റ്റേണം. മാറല്ല്, സ്റ്റേണം. അടുത്തത് വാരിയല്ല്. സ്റ്റേണത്തിൽ നിന്ന് ഇങ്ങനെ പല ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് റിബ്. വാരിയല്ല് അസ്ഥികൾക്ക് പറയുന്ന പേരാണ് റിബ്. അപ്പൊ ഇതെല്ലാം ചോദിക്കും, വാരിയല്ലെ അസ്ഥിക്ക് പറയുന്ന പേരെന്താണ്? റിബ്. അടുത്ത തോളിലെ അസ്ഥികൾ. അവിടെ ഷോൾഡർ ബോൺസ് ഉണ്ട്. ഷോൾഡർ ബോൺ, തോളിലെ അസ്ഥികളെ പറയുന്ന പേരാണ് സ്കാപ്പുലയും ക്ലാവിക്കിളും. നമ്മുടെ ഷോൾഡറിലെ അസ്ഥികളെ പറയുന്ന പേരാണ് എന്ത്? സ്കാപ്പുല, അതേപോലെ തന്നെ ക്ലാവിക്കിൾ. അപ്പൊ സ്കാപ്പുലയും ക്ലാവിക്കിളും എവിടെയുള്ളതാണ്? നമ്മുടെ തോളിലെ അസ്ഥികളാണ്. തോളിലെ അസ്ഥികളെ പറയുന്ന പേരാണ് എന്ത്? സ്കാപ്പുലയും അതേപോലെ തന്നെ ക്ലാവിക്കിൾ. ഇനി ക്ലാവിക്കിൾ കണ്ടോ നിങ്ങൾ? ഇതാണ് ക്ലാവിക്കിൾ. ഇങ്ങോട്ട് നോക്കിക്കേ.
നമ്മുടെ ശരീരത്തിന് ഒരു വ്യക്തമായ ഒരു ഷേപ്പ് വരുന്നതിന് തന്നെ കാരണം ഈ ഒരു ക്ലാവിക്കിൾ. അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ ഒരു ഭംഗി നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ എവിടെ കൊണ്ട് വെച്ചേനെ. അപ്പോൾ ഈ ഒരു മനുഷ്യ ശരീരത്തിന് ആ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഥിയാണ് ക്ലാവിക്കിളും സ്കാപ്പുലയും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാവിക്കിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോളർ ബോൺ എന്നും അല്ലെങ്കിൽ ബ്യൂട്ടി ബോൺ എന്നും. ശരീരത്തിന് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഭംഗി കൊടുക്കുന്നത് ക്ലാവിക്കിളാണ്. അതുകൊണ്ട് തന്നെ ക്ലാവിക്കിളിനെ വിളിക്കുന്ന പേരാണ് കോളർ ബോൺ എന്നും അതേപോലെ തന്നെ ബ്യൂട്ടി ബോൺ എന്നും. അപ്പോൾ കോളർ ബോൺ എന്നും ബ്യൂട്ടി ബോൺ എന്നും വിളിക്കുന്ന ആരെയാന്ന് ചോദിച്ചാൽ ആരെയാണ്? ക്ലാവിക്കിളിനെയാണ്. അടുത്തത് നമ്മുടെ കൈയിലെ അസ്ഥി. കൈ ഭുജം എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ആം, നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു പോർഷൻ നമ്മുടെ ഭുജത്തിലെ അസ്ഥി അല്ലെങ്കിൽ അപ്പർ ആം, അതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമറസ്. അപ്പം അപ്പർ ആം ബോൺസിനെ വിളിക്കുന്ന പേര്, ഭുജത്തിലെ അസ്ഥിയെ പറയുന്ന പേരാണ് എന്ത്? ഹ്യൂമറസ്. എന്താ പറയുക? ഹ്യൂമറസ്. അതേപോലെ തന്നെ കണങ്കൈയിലെ അസ്ഥി, നമ്മുടെ ലോവർ ആമിലെ അസ്ഥി, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഭാഗം, ഇവിടുത്തെ അസ്ഥിയെ വിളിക്കുന്ന പേര് റേഡിയസ് ആൻഡ് അൾന. ചിലർ റേഡിയസ് അൾന എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് തെറ്റാണ്. ഈ റേഡിയസ് അൾന എന്നല്ല പറയേണ്ടത്, റേഡിയസ് ആൻഡ് ദി അൾന. റേഡിയസും അൾനയും അങ്ങനെ വേണം പറയാൻ. റേഡിയസ് അൾന എന്ന് പറയരുത്, റേഡിയസ് ആൻഡ് അൾന. കാരണം രണ്ടും രണ്ടാണ്, രണ്ട് ബോൺസ് ഉണ്ട് അവിടെ. അപ്പോൾ ഒന്നിനെ റേഡിയസ് എന്നും മറ്റൊന്നിനെ അൾന എന്നുമാണ് പറയുക. സോ റേഡിയസ് ആൻഡ് അൾന, കണം കൈയിലെ അല്ലെങ്കിൽ ലോവർ ആമിലെ അസ്ഥി. സോ അപ്പർ ആം മസിൽസിനെ അപ്പർ ആം ബോണിനെ വിളിക്കുന്ന പേര് ഹ്യൂമറസ്, ലോവർ ആം ബോണിനെ വിളിക്കുന്ന പേര് റേഡിയസ് ആൻഡ് അൾന. ഇനി കൈക്കുഴയിലെ അസ്ഥി, നമ്മുടെ കൈക്കുഴ ഉണ്ടല്ലോ, നമ്മുടെ റിസ്റ്റ്, നമ്മളിങ്ങനെ നമ്മൾ ഈ വാച്ച് കെട്ടുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ റിസ്റ്റ്, ഈ ഒരു പോർഷൻ, ഇവിടെ ഈ ഒരു പോർഷൻ, ഇവിടുത്തെ അസ്ഥിയെ വിളിക്കുന്ന പേരാണ് കാർപ്പൽ ബോൺസ്. കൈക്കുഴിയിലെ അസ്ഥിയെ വിളിക്കുന്ന പേരാണ് കാർപ്പൽ ബോൺസ്. അതേപോലെ കൈപ്പത്തി, നമ്മുടെ കൈപ്പത്തി ഉണ്ടല്ലോ ഇവിടെ, അതായത് ഇത്രയും പോർഷൻ, ഈ ഒരു പോർഷനെ വരുന്നുള്ളൂ, വിരലുകൾ വരുന്നില്ല, ഇത്രയും പോർഷൻ, ഇത്രയും പോർഷൻ, ഇതിനെ വിളിക്കുന്ന പേരാണ്, കൈപ്പത്തിയിലെ അസ്ഥിയെ വിളിക്കുന്ന പേരാണ് മെറ്റാകാർപ്പൽ ബോൺസ്. എന്താ വിളിക്കുക? മെറ്റാകാർപ്പൽ ബോൺസ്. അപ്പോൾ കൈക്കുഴയിലെ അസ്ഥിയെ കാർപ്പൽ ബോൺസ് എന്ന് വിളിക്കുമെങ്കിൽ, അല്ലെങ്കിൽ കാർപ്പൽ അസ്ഥികൾ എന്ന് വിളിക്കുമെങ്കിൽ, കൈപ്പത്തിയിലെ പാമിലെ അസ്ഥികളെ വിളിക്കുന്ന പേര് മെറ്റാകാർപ്പൽ ബോൺസ് എന്നാണ്. ആഹാ, എത്ര മനോഹരമായ ശബ്ദം. കൈവിരലുകളിലെ അസ്ഥി, നമ്മുടെ കൈ വിരലുകളുണ്ടല്ലോ, 5 വിരലുകളില്ലേ, ഈ കൈ വിരലുകളിലെ അസ്ഥിയെ വിളിക്കുന്ന പേര് ഫലാഞ്ചസ് എന്നാണ്. കൈ വിരലുകളിലെ അസ്ഥിയെ വിളിക്കുന്ന പേര് ഫലാഞ്ചസ് എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ തുടയിലേക്ക് പോകാം. തുടയിലെ അസ്ഥി നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ അസ്ഥിയാണ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫെമർ എങ്കിൽ തുടയല്. കാൽമുട്ടിലെ അസ്ഥി, നമ്മുടെ കാൽമുട്ടിലെ ഒരു അസ്ഥി ഉണ്ട്, ചിരട്ട എന്നൊക്കെ പറയത്തില്ലയോ, കാൽമുട്ടിലെ അസ്ഥി, അതിനെ വിളിക്കുന്ന പേരാണ് പറ്റെല്ല. പറ്റെല്ല, കാൽമുട്ടിലെ അസ്ഥിയെ വിളിക്കുന്ന പേര് പറ്റെല്ല. പറ്റത്തില്ല എന്നൊന്നും പറയരുത്, കാൽമുട്ടിലെ അസ്ഥിയെ വിളിക്കുന്ന പേര് പട്ടേല. എന്താ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ പറയാം കേട്ടോ. കാൽമുട്ടിലെ അസ്ഥി വിളിക്കുന്ന പേര് പട്ടേല. ഇനി അതുപോലെ കണങ്കാലുണ്ട്, അതായത് നമ്മൾ തുടയല് കഴിഞ്ഞു, പിന്നീട് നമ്മുടെ ഈ മുട്ടിന് താഴോട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ കാൽക്കുഴയ്ക്ക് മുകളിൽ നിൽക്കുന്ന നമ്മുടെ കാലിന്, അതായത് ഇങ്ങോട്ട് നമ്മുടെ കാൽപ്പത്തി ഇതാണെങ്കിൽ മുട്ട് തൊട്ട് താഴോട്ട് വരെയുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടുത്തെ അസ്ഥികൾ നമ്മൾ റേഡിയസ് അൾന, റേഡിയസ് ആൻഡ് അൾന പറഞ്ഞതുപോലെ ടിബിയ ഫിബുല. പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല പേരാണ് ടിബിയ ഫിബുല, അല്ലേ? അപ്പോൾ 2 അസ്ഥികളാണ്, ടിബിയയും ഫിബുലയും, അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടാണ് നമ്മുടെ കണങ്കാലിലെ അസ്ഥി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാൽക്കുഴയുണ്ട്, കൈക്കുഴ എന്ന് പറയുന്ന പോലെ കാലിന്റെ ഉപ്പൂറ്റി ആ ഒരു ഭാഗത്ത് വരുന്ന അസ്ഥി ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടാർസൽ ബോൺസ്. എന്താ പറയുക? ടാർസൽ ബോൺസ്. അപ്പൊ ഞാൻ ഒരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ കൈക്കുഴയിലെ അസ്ഥിയുടെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് പറഞ്ഞ പേരെന്തായിരുന്നു? നമുക്ക് ബാക്കിലേക്ക് പോയി, അതിന് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? കൈപ്പത്തിയിലെ അസ്ഥി കാർപ്പൽ ബോൺസ് എന്ന് പറഞ്ഞു. ഇതിന് പകരമാണ് അവിടെ ടാർസൽ ബോൺസ് വന്നത് കൈക്കുഴയിലെ. കൈപ്പത്തിയിലേത് അപ്പം നമ്മൾ മെറ്റാകാർപ്പൽ എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ കാർപ്പലും മെറ്റാകാർപ്പലും ആണെങ്കിൽ ഇവിടെ ടാർസലും മെറ്റാടാർസലും, അങ്ങനെ ഓർത്താൽ മതി. അതായത് കാൽക്കുഴയിലെ അസ്ഥി ടാർസൽ ബോൺസ് ആണെങ്കിൽ കാൽപത്തിയിലെ അസ്ഥി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാൽപാദത്തിലെ അസ്ഥി എന്ന് പറയുന്നത് എന്താണ്? മെറ്റാടാർസൽ ബോൺസ് ആണ്. അപ്പൊ കാൽപാദത്തിലെ അസ്ഥി എന്ന് പറയുന്നത് എന്താണ്? മെറ്റാടാർസൽ ബോൺസ് ആണ്. ഓക്കെ. ഇനി കാൽവിരലുകളിലെ അസ്ഥി, കൈവിരലാണേലും കാൽവിരലാണേലും അസ്ഥിക്ക് പറയുന്ന പേര് ഒന്ന് തന്നെയാണ്. എന്താണ്? ഫലാഞ്ചസ്. അപ്പോൾ
കൈവിരലിലെ അസ്ഥിയും കാൽവിരലിലെ അസ്ഥികളുടെയും പേര് എന്ത് തന്നെയാണ്? ഫലാഞ്ചസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇടുപ്പിലെ അസ്ഥിയെ പറയുന്ന പേരെന്താണ്? പെൽവിസ്. ഇടുപ്പിലെ അസ്ഥിയെ പറയുന്ന പേരെന്തുവാണ്? പെൽവിസ്. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ പിന്നെ ഓൾറെഡി ഒന്നുകൂടെ പറഞ്ഞേക്കാം. ചെവിയിലെ അസ്ഥികൾ, ചെവിയിൽ 3 അസ്ഥികളാണ് ഉള്ളത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. MIS, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ചെവിയിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ചെവിയിലെ അസ്ഥികളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പിയസും എവിടെയാണ് കാണപ്പെടുന്നത്? ചെവിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിയസ് ആണ്. ചെവിയിലെ അസ്ഥികളുടെ പേര് ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ ഈ അസ്ഥികളെ എല്ലാം കൂടെ ഓരോന്നിന്റെയും പേരുകൾ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോവാം. ആദ്യം നമ്മൾ പറഞ്ഞു മേൽത്താടിയെല്ല്. മേൽത്താടിയെല്ല് അല്ലെങ്കിൽ അപ്പർ ജോയെ പറയുന്ന പേര് മാക്സില്ല എന്നാണ്. കീഴ്ത്താടിയെല്ലിനെ പറയുന്ന പേര് മാൻഡിബിൾ എന്നാണ്. കഴുത്തിലെ അസ്ഥിക്ക് ഹയോയിഡ് ബോൺ, മാറലിനെ സ്റ്റേർണം എന്ന് പറയുന്നു, വാരിയലിനെ റിബ് എന്ന് പറയുന്നു. തോളിലെ അസ്ഥികൾ സ്കാപ്പുലയും ക്ലാവിക്കിളുമാണ്. അതിൽ ക്ലാവിക്കിളിനെയാണ് നമ്മൾ കോളർ ബോൺ എന്നും ബ്യൂട്ടി ബോൺ എന്നും അറിയപ്പെടുന്നത്. ഭുജത്തിലെ അസ്ഥി അല്ലെങ്കിൽ അപ്പർ ആമിലെ അസ്ഥി ഹ്യൂമറസ് എന്ന് പറയുന്നു. കണം കൈയിലെ അസ്ഥി ലോവർ ആം അല്ലെങ്കിൽ റോവർ ആമിലെ അസ്ഥി റേഡിയസ് ആൻഡ് അൾന. കൈക്കുഴയിലെ അസ്ഥികളെ കാർപ്പൽ ബോൺസ് എന്ന് പറയുന്നു. കൈപ്പത്തിയിലെ അസ്ഥിയെ മെറ്റാകാർപ്പൽ ബോൺസ് എന്ന് പറയുന്നു. കൈ വിരലുകളിലെ അസ്ഥിയെ ഫലാഞ്ചസ് എന്ന് പറയുന്നു. തുടയിലെ അസ്ഥിയെ ഫെമർ എന്ന് പറയുന്നു. കാൽമുട്ട് പറ്റല്ല, കണങ്കാല് ടിബിയ ആൻഡ് ഫിബുല. കാൽക്കുഴയിലെ അസ്ഥി ടാർസൽ ബോൺസ്. കാൽപാദത്തിലെ അസ്ഥി മെറ്റാടാർസൽ ബോൺസ്. കാൽ വിരലുകളിലെ അസ്ഥി ഫലാഞ്ചസ്. ഇടുപ്പിലെ അസ്ഥി പെൽവിസ്. ചെവിയിലെ അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. അപ്പോൾ ഇത് ഇത്രയും അസ്ഥികളുടെ തരംതിരിവ് വ്യക്തമായിട്ട് തന്നെ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ വ്യക്തമായിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് ഇത് പഠിച്ചോളുക. പല പ്രാവശ്യം ഈ വീഡിയോ കാണുക, എന്നിട്ട് വീണ്ടും റിവൈൻഡ് ചെയ്ത് കണ്ട് അത് നോട്ട് എഴുതി എടുത്ത് വെച്ച് തന്നെ കൃത്യമായി തന്നെ അത് പഠിച്ചോളുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സന്ധികളെ കുറിച്ചാണ്. സന്ധികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരസ്ഥി ഇങ്ങനെ വരുന്നു, ഒരസ്ഥി ഇങ്ങനെ വരുന്നു, ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. ഇപ്പം നമ്മുടെ ഈ കൈ ഇവിടം തൊട്ട് ഇവിടം വരെ ഒറ്റ അസ്ഥിയല്ല, ഇവിടം വരെ ഒരു അസ്ഥിയുണ്ട്, ക്ലാവിക്കിൾ കിടപ്പുണ്ട് അല്ലേ? അവിടേക്കാണ് നമ്മുടെ ബാക്കി കയ്യിലെ അസ്ഥി വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ജോയിന്റിന്റെ ആവശ്യമുണ്ട് അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ ഒരു അസ്ഥി വരുന്നു, ഇങ്ങനെ ഒരു അസ്ഥി വരുന്നു. അപ്പോൾ ഈ അസ്ഥികൾ തമ്മിൽ ജോയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഭാഗത്തെയാണ് നമ്മൾ സന്ധികൾ അല്ലെങ്കിൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ സന്ധികളെ കുറിച്ചുള്ള പഠനത്തെയാണ് ആർത്രോളജി എന്ന് പറയുന്നത്. സന്ധികളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുക? ആർത്രോളജി എന്ന് പറയുക. അപ്പോൾ ഒന്നോ അതിലധികമോ സന്ധികൾ ചേരുന്ന ഭാഗത്തെയാണ് ഒന്നോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ സന്ധികൾ അല്ലെങ്കിൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്. ജോയിന്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് ആർത്രോളജി. അപ്പം ജോയിന്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് സൈനോവിയൽ ക്യാവിറ്റി ആണ്. ഇത് കണ്ടോ, ശ്രദ്ധിച്ചിരിക്കണേ, പടത്തിലോട്ട് നോക്കണേ. ഇതൊരു അസ്ഥിയാണ്. ഓക്കെ, ഇതും വേറൊരു അസ്ഥിയാണ്. അപ്പോൾ ഈ 2 അസ്ഥികൾ തമ്മിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മൂവ് ചെയ്യത്തില്ലേ? ഇതിങ്ങനെ ഇപ്പം എൻ്റെ കൈ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ അസ്ഥിയും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഘർഷണം ഉണ്ടാകാം, തേയ്മാനം സംഭവിക്കാം. അങ്ങനെ തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അസ്ഥികൾ തമ്മിൽ ചേർത്ത് നിർത്തുന്ന അതിനിടയ്ക്ക് ഒരു ജെല്ല് പോലെയുള്ള ഒരു സഞ്ചി പോലെയുള്ള ഒരു സാധനമുണ്ട്. ആ സാധനത്തിനകത്തിൽ ഒരു ദ്രാവകം നിറച്ചിട്ട്, അപ്പോൾ ആ സാധനത്തിനെയാണ് നമ്മൾ സൈനോവിയൽ അറ എന്ന് പറയുന്നത്, സൈനോവിയൽ ക്യാവിറ്റി. അപ്പോൾ ഈ സൈനോവിയൽ ക്യാവിറ്റിക്കകത്തിൽ ഒരു ദ്രാവകം നിറച്ച് വെച്ചിട്ടുണ്ട്. സൈനോവിയൽ ക്യാവിറ്റിക്കകത്തിൽ ഒരു ദ്രാവകമുണ്ട്, അതുകൊണ്ടാണ് അത് ജെല്ല് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. ആ ദ്രാവകത്തെ വിളിക്കുന്ന പേരാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. അതിനെയാണ് എന്ത് വിളിക്കുക? സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുക. ഇനിയും ആ സൈനോവിയൽ ഫ്ലൂയിഡിന് മുൻപായിട്ട് നിങ്ങൾ ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു സാധനം കണ്ടോ 2 സൈഡിലും? അവിടെ കാർട്ടിലേജ് എന്നും പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പം ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള 2 മെക്കാനിസംസ് ആണ്. ഒന്ന് സൈനോവിയൽ ക്യാവിറ്റിയും അതിനകത്തിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന പോലെ എന്തും വെച്ചിട്ടുണ്ട്? തരുണാസ്ഥി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്. അതും ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂ ആണ് ഈ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മെക്കാനിസംസ് ആണ് ഈ ഫ്രിക്ഷൻ ഒഴിവാക്കുകയും ഈ അസ്ഥിയുടെ ലൈഫ് കൂട്ടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക്
ഈ സന്ധിവേദന, നടക്കാൻ വയ്യ, സ്റ്റെപ്പ് കയറാൻ വയ്യ, മുട്ടിന് വേദന, നടുവേദന ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ കാർട്ടിലേജും അതുപോലെ ഈ സൈനോവിയൽ ക്യാവിറ്റിയിലെ ഫ്ലൂയിഡും ഒക്കെ തീരുകയും അല്ലെങ്കിൽ ഇവിടെ തേയ്മാനം ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 മെക്കാനിസംസ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതൊക്കെ? ഈ സൈനോവിയൽ ക്യാവിറ്റിയും അതേപോലെ സൈനോവിയൽ ഫ്ലൂയിഡും. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ് എന്ന് പറയുന്നു. ഈ അസ്ഥികളെ തമ്മിൽ, ഇപ്പം ഇതൊരസ്ഥി, ഇത് വേറൊരു അസ്ഥി, ഈ അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചെറിയ ചരടുകൾ അല്ലെങ്കിൽ ഈ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ചെറിയ പോർഷൻ ഉണ്ട്, ചെറിയ നാരുകൾ പോലെയുള്ള ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ലിഗമെന്റുകൾ. അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലിഗമെന്റ് പൊട്ടിപ്പോയി, അതിന്റെ ലിഗമെന്റ് മാറ്റിവെക്കൽ അല്ലെങ്കിൽ ലിഗമെന്റ് ഓപ്പറേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലെയുള്ള അല്ലെങ്കിൽ നാര് പോലെയുള്ള ഭാഗങ്ങളെയാണ് അല്ലെങ്കിൽ ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിഗമെന്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? സ്നായുക്കൾ എന്ന് പറയുന്നു. ഇനി പല തരത്തിലുള്ള അസ്ഥികൾ, നമ്മൾ അസ്ഥികളെ തരംതിരിച്ചു, ഏതൊക്കെ തരം അസ്ഥികളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ആക്സിയൽ സ്കെലിറ്റനും അപ്പൻഡിക്കുലർ സ്കെലിറ്റനും ഒക്കെ പറഞ്ഞു. ഇനി പല ടൈപ്പ് ഓഫ് അസ്ഥി, നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്ത് കാണുന്ന പല തരത്തിലുള്ള അസ്ഥികളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒരു തരത്തിലുള്ള സന്ധികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയിൽ മൂവ്മെന്റ് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഈ കൈക്കുഴയുണ്ടല്ലോ, എൻ്റെ ഈ തോളുണ്ടല്ലോ, ഇതെനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കറക്കാം, അല്ലേ? ഇങ്ങനെ മുന്നോട്ടോ പുറമോട്ടോ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ഇട്ട് കറക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അസ്ഥികളെയാണ് ഞാൻ എന്ത് പറയുന്നത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലെങ്കിൽ ഗോളര സന്ധികൾ. ചലനശേഷി ഏറ്റവും കൂടുതൽ എല്ലാ പ്രതലത്തിലേക്കും ചലിക്കും. എനിക്ക് അങ്ങോട്ടെടുക്കാം, ഇങ്ങോട്ടെടുക്കാം, ഇങ്ങനെ ഇട്ട് ഇത് കറക്കാം, എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. അത് തോൾ സന്ധിയും ഇടുപ്പെല്ലും, നമ്മുടെ പെൽവിസും, നമ്മുടെ ഷോൾഡറും നമ്മുടെ പെൽവിസുമാണ് അതിന് നമ്മുടെ ഇടുപ്പ്, നമ്മുടെ ഹിപ്പ്, അതാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോൾ സന്ധിയിലും അതേപോലെ തന്നെ ഇടുപ്പെല്ലിലും. അടുത്തത് വരുന്നതാണ് ഹിഞ്ച് ജോയിന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഇങ്ങോട്ടല്ലേ മടക്കാൻ പറ്റുള്ളൂ, ഇവിടുന്ന് നിങ്ങൾക്ക് താഴോട്ട് മടക്കാം, ഇവിടുന്ന് താഴോട്ട് നിങ്ങളുടെ കൈ മടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കൈമുട്ട്, കാൽമുട്ട്, കൈ നമുക്ക് പുറകിലേക്കേ മടക്കാൻ പറ്റുള്ളൂ, നമ്മുടെ കാല് നമുക്ക് ഇങ്ങനെ മടക്കി എടുക്കാൻ പറ്റത്തില്ല, മുന്നോട്ട് മടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നമ്മുടെ ഡോറിന് ഒരു ഡോറ് നമുക്ക് ഒരു സൈഡിലേക്കല്ലേ തുറക്കാൻ പറ്റുള്ളൂ, മറ്റൊരു സൈഡിലേക്ക് തുറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്ത് മാത്രമേ, ഒരു ഡയറക്ഷനിൽ മാത്രം മൂവ്മെന്റ് നടക്കുന്ന സന്ധികളെയാണ്, ജോയിന്റ്സിനെയാണ് നമ്മൾ വിജാഗിരി സന്ധികൾ അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. അത് ഒരു പ്രതലത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിന് ഉദാഹരണമാണ് കൈമുട്ടും കാൽമുട്ടും. ഇനി അടുത്തത് നോക്കാം, ഗ്ലൈഡിങ് ജോയിന്റ് അല്ലെങ്കിൽ തെന്നി നീങ്ങുന്ന സന്ധികൾ. നമ്മുടെ ഈ കൈയുടെ ഇവിടെ ഒന്ന് പിടിച്ചു നോക്കിക്കേ, ഒരു സാധനം ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്ന പോലെ കണ്ട് ഇവിടെ ഇങ്ങനെ, ഇത് നമ്മുടെ കൈക്കുഴയും കാൽക്കുഴയും അല്ലേ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്നത് ഇവിടെ ഇങ്ങനെ ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് ഒരു ബോൾ ബെയറിംഗ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അസ്ഥികളെയാണ് നമ്മൾ ഗ്ലൈഡിങ് ജോയിന്റ് അല്ലെങ്കിൽ തെന്നി നീങ്ങുന്ന സന്ധികൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് എവിടെയൊക്കെ കൈക്കുഴയും കാൽക്കുഴയും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് അത് ചിത്രം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിന്റെ ചെറിയ ചിത്രങ്ങൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിച്ചിട്ടുണ്ട്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് ഗ്ലൈഡിങ് ജോയിന്റ്. ഇനി അതുപോലെ പിവറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ കഴുത്താണ് ഉദാഹരണം. നമുക്ക് ഇപ്പോൾ നേരെ ബാക്കിലോട്ട് അങ്ങ് തിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു പോയിന്റിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ നിന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഫുള്ള് 360 കറയത്തില്ല, ഇവിടുന്ന് അങ്ങോട്ട് എത്രയും ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയും. എനിക്ക് ഇവിടെ ഇങ്ങോട്ട് തിരിക്കാം, ഇത്രയും തിരിക്കാം, ഇത്രയും തിരിക്കാം, ഇത്രയും തിരിക്കാം. അല്ലാതെ എനിക്കിത് നേരെ തിരിച്ച് പുറകെ കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിവറ്റ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? പിവറ്റ് ജോയിന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരക്ഷത്തിന് ചുറ്റും കറങ്ങുന്ന രീതിയിൽ ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ്. അത് തലച്ചോറ് നട്ടലുമായി ചേരുന്ന ആ സന്ധി, അതാണ് നമ്മുടെ കഴുത്ത്, നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റുന്ന സന്ധികൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിവറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയും ആണ് അസ്ഥികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വളരെ പെട്ടെന്ന് ഒരു ക്വിക്ക് റീക്യാപ്പ്. ഓക്കെ,
അപ്പോൾ അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്നറിയപ്പെടുന്നു. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്ന് പറയുന്നു. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റുമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അത് കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് 25%. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് എവിടെയാണ്? ചെന്നൈയിലാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. നവജാത ശിശുക്കളിൽ അത് 300. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫിമർ അല്ലെങ്കിൽ തുടയല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിയസ്. അസ്ഥികളുടെ തരംതിരിവ് എന്തൊക്കെയാണ്? ആക്സിയൽ സ്കെലിട്ടനും അപ്പൻഡിക്കുലർ സ്കെലിട്ടനും. ആക്സിയൽ സ്കെലിട്ടൻ പ്രൊട്ടക്ഷൻ, നമ്മുടെ ശരീരത്തിലെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ട ഭാഗങ്ങളെല്ലാം സംരക്ഷിക്കുന്നതാണ് ആക്സിയൽ സ്കെലിട്ടൻ. അപ്പൻഡിക്കുലർ സ്കെലിട്ടൻ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ ചലനം സാധ്യമാക്കുന്നു. ഇനി ആക്സിയൽ സ്കെലിട്ടനിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. തലയോട്ടിയിൽ 29, മാറൽ 1, വാരിയൽ 24, നട്ടൽ 26, അങ്ങനെ 80. അപ്പൻഡിക്കുലർ സ്കെലിട്ടനിൽ തോള് 4, കൈകൾ 60, കാലുകൾ 60, ഇടുപ്പ് 2, അങ്ങനെ 126. വിവിധ തരം അസ്ഥികൾ മാക്സില്ല എന്ന് പറയുന്നത് മേൽത്താടിയല് മാക്സില്ല, കീഴ്ത്താടിയല് മാൻഡിബിൾ, കഴുത്തിലെ അസ്ഥികൾ ഹയോയിഡ്, മാറില് സ്റ്റേണം, വാരിയല് റിബ്, തോളിലെ അസ്ഥികൾ സ്കാപ്പുലയും ക്ലാവിക്കിളും. ക്ലാവിക്കിളിന് പറയുന്ന പേരാണ് കോളർ മസിൽ അല്ലെങ്കിൽ കോളർ ബോൺ എന്നും അല്ലെങ്കിൽ ബ്യൂട്ടി ബോൺ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ക്ലാവിക്കിളാണ്. ഭുജത്തിലെ അസ്ഥി ഹ്യൂമറസ്, കണങ്കൈയിലെ അസ്ഥി റേഡിയസ് ആൻഡ് അൾന, കൈക്കുഴയിലെ അസ്ഥി കാർപ്പൽ ബോൺസ്, കൈപ്പത്തിയിലെ അസ്ഥി മെറ്റാകാർപ്പൽ ബോൺസ്, കൈവിരലുകളിലെ അസ്ഥി ഫലാഞ്ചസ്, തുടയിലെ അസ്ഥി ഫെമർ, കാൽമുട്ടിലെ അസ്ഥി പറ്റല്ല, കണങ്കാലിലെ അസ്ഥി ടിബിയ ആൻഡ് ഫിബുല, കാൽക്കുഴയിലെ അസ്ഥി ടാർസൽ ബോൺസ്, കാൽപാദത്തിലെ അസ്ഥി മെറ്റാടാർസൽ ബോൺസ്, കാൽവിരലുകളിലെ അസ്ഥി ഫലാഞ്ചസ്, ഇടുപ്പിലെ അസ്ഥി പെൽവിസ്, ചെവിയിലെ അസ്ഥി മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിയസ് ആണ് ഏറ്റവും ചെറുത്. ഇനി അസ്ഥികളും രണ്ടോ അതിലധികമോ ഒന്നോ അതിലധികമോ അസ്ഥികൾ തമ്മിൽ ചേരുന്ന ഭാഗത്തെയാണ് ജോയിന്റ്സ് അല്ലെങ്കിൽ സന്ധികൾ എന്ന് പറയുന്നത്. ഈ ജോയിന്റ്സിൽ വരുന്നതാണ് സൈനോവിയൽ ക്യാവിറ്റിയും. ജോയിന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അസ്ഥികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, അസ്ഥികൾ തമ്മിൽ ചേരുന്ന ഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെക്കാനിസമാണ് ഈ സൈനോവിയൽ ക്യാവിറ്റി അല്ലെങ്കിൽ സൈനോവിയൽ അറ. അതിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് ഏത്? സൈനോവിയൽ ക്യാവിറ്റി. ഇനി ലിഗമെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ലിഗമെന്റ്? അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലെയുള്ള ഭാഗമാണ് ലിഗമെന്റ്. ഇനി വിവിധ തരത്തിലുള്ള ജോയിന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഉദാഹരണം തോൾസന്ധി, അതുപോലെ ഇടുപ്പ്, നമ്മുടെ ഷോൾഡറും നമ്മുടെ ഹിപ്പും. വിജാഗിരി സന്ധികൾ അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ്, ഒരു പ്രതലത്തിൽ മാത്രം ചലനം സാധ്യമാക്കുന്നതാണ് ഹിഞ്ച് ജോയിന്റ്. കൈമുട്ടും കാൽമുട്ടും. തെന്നി നീങ്ങുന്ന സന്ധി അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ്, കാൽക്കുഴ, കൈക്കുഴ അല്ലെ, കൈയിലെയും കാലിലെയും കുഴ. കീലസന്ധികൾ അല്ലെങ്കിൽ പിവറ്റ് ജോയിന്റ്, ഒരു പോയിന്റിന് ചുറ്റും മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന അസ്ഥികൾ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പോൾ മനുഷ്യന്റെ അസ്ഥി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്ന് ഇതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇനി ചോദിക്കാനായിട്ടില്ല. അപ്പോൾ വീഡിയോ നന്നായി മുഴുവനായി കാണുക, നോട്ട് ഉണ്ടാക്കിയെടുത്ത് സ്വന്തമായി പഠിക്കുക. ഇതിൻ്റെ PPT, ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോഴേ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം.